എടോ ഇത്തരം ചെറിയ കാര്യം ഇങ്ങനെ നമ്മുടെ മക്കളൊക്കെ ബാധിക്കാൻ പോണത്. ഒരാൾ ഇടപെടാൻ പോകരുത് കേട്ടോ. ഇടപെട്ട വലിയ വള്ളികളാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോണത് എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ ഇടപെട്ട ഭാവി ഇന്ത്യയെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ചോദ്യപേപ്പർ ചോർന്നതിൽ സമരം ചെയ്തതിനാണ് ഇത്രയും ക്രൂരമായ മർദ്ദനം നമ്മൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സമരം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട്. അത് നേരിടേണ്ടത് ചർച്ച ചെയ്തിട്ടാണ്, അല്ലാതെ ഇങ്ങനെ ആക്രമിച്ചിട്ടല്ല. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റോറി അല്ലെങ്കിൽ വീഡിയോ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കുടുംബക്കാർ, ഭാവിയിൽ വരാൻ പോകുന്ന മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. പലർക്കും ഫിസിക്കലി അവിടെ എത്താൻ കഴിയില്ല, പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ മാക്സിമം യൂസ് ചെയ്തിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. 23 ജീവനാണ് ഈ ഒരു വൃത്തികേട് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഒരു ഗുണ്ട വിളയാട്ടാണ് അവിടെ നടക്കുന്നത്. നെയിം ബാഡ്ജ് പോലും ഇല്ല പലർക്കും. അത് ചോദിക്കാൻ ചെന്നവനെ തല്ലെന്ന്. നമ്മൾ മലയാളികൾ മാത്രമല്ലടോ, ഇന്ത്യ ഒട്ടാകെ ഇതിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. നീയൊക്കെ സമാധാനമായിട്ട് വീട്ടിലിറങ്ങാൻ കഴിയുന്നത് ഇതേപോലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മളും ഇതേപോലെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നേനെ. ഇപ്പോഴും വൈകിട്ടില്ല. പ്രതിഷേധം നടക്കട്ടെ, സമരങ്ങൾ നടക്കട്ടെ, സമാധാനത്തിൻ്റെ രീതിയിൽ നടക്കട്ടെ. സമാധാനം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ സമരം ചെയ്തത്. അത് അടിച്ചമർത്താൻ നോക്കിയത് അവരാണ്. നിങ്ങളുടെ ശബ്ദം ഉയരണം, നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ കൈകൾ ചലിക്കണം. അവസാനമായിട്ട് പറയാനുള്ളത്, ഇതിനെതിരെ ശബ്ദിച്ചതുകൊണ്ട് 8 വർഷമായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന എൻ്റെ അക്കൗണ്ട് പൂട്ടി പോകണമെന്നെങ്കിൽ പോട്ടി നോക്കും. വേറെ തിരിച്ചെടുക്കാൻ എനിക്ക് അത്ര വലിയ സമയമൊന്നും വേണ്ടിടും. ഓക്കെ.